ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പെരുന്നാളിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലെപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചവ്വരിയും പാലൊക്കെ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ്. ഞാനിപ്പോൾ അരക്കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചവ്വരി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചവ്വരി ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ചവ്വരിയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടില്ല, ഒരു ചെറിയ തരിതരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. തേങ്ങയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കളറൊന്നും ചേഞ്ചായി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കരിഞ്ഞു പോകാതെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ആ തേങ്ങയുടെ കളറൊന്നും ഒന്ന് മാറിപ്പോകാതെ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചവ്വരിയുടെ കൂടെ തന്നെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/3 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെയും ചവ്വരിയും പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടകളെല്ലാം നന്നായിട്ട് ഈ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ സമയമാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബദാം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്കിത് ഈ ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കേക്ക് ടിന്നിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റാണുള്ളത് അതിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് പിസ്ത വെച്ച് ഞാനിവിടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പാച്ചിലയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡെല്ലാം ഒരു സ്പാച്ചില കൊണ്ട് ഞാനിവിടെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്വീറ്റാണ്. പെരുന്നാളിനേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.